എല്ലാവർക്കും നമസ്കാരം. പ്രമോദ് നമ്പേഴ്സ് വ്യൂയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിന്നിവിടെ ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് പുതിയ അവതരിപ്പിച്ച അപ്ഡേറ്റിനെ പറ്റിയുള്ളതാണ്. SD/HD എന്നതാണ് ആ അപ്ഡേറ്റ്. അത് അർത്ഥമാക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള വിശേഷണമാണ്. അതിൻ്റെ ക്വാളിറ്റി കുറിക്കുന്ന സാങ്കേതിക പദമാണ് SD-യും HD-യും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഓപ്പൺ ചെയ്യുന്ന മാത്രയിൽ തന്നെ അവർക്കത് നല്ല ക്ലാരിറ്റി അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് എന്നിവയൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ യൂട്യൂബ് അപ്ലോഡിൽ ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടെത്തുന്നു, അങ്ങനെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഒക്കെയുള്ള വീഡിയോ HD എന്ന ഗണത്തിലാണ് പെടുക. അതേപോലെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ SD. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബ്രൈറ്റ്നസ്, ക്ലാരിറ്റി എന്നിവ കുറവ് വരുന്ന പക്ഷം അതിനെ SD എന്ന ഗണത്തിലുമാണ് പെടുത്തുന്നത്. നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്കത് സാധിക്കണമെന്നില്ല. പ്രകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മളിപ്പോൾ ഒരു വീഡിയോ, അതായത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവരെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആ പ്രസ്തുത ഏരിയയിൽ നല്ല സൂര്യപ്രകാശം മറ്റും ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വീഡിയോയും ക്ലാരിറ്റി ബ്രൈറ്റ്നസ്സും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നമ്മൾ 8-9 മണിക്ക് ഒരു വീഡിയോ എടുക്കുന്നു. വൈകിട്ട് ഒരു 5:30 ശേഷം ഒരു 6 മണി സമയത്തൊക്കെ നമ്മൾ അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അതേ ക്യാമറ അഥവാ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നുണ്ടിരിക്കുക. രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം അവിടെ തന്നെ പ്രകടമായും കാണാം. കാരണം രാവിലെ ആകുമ്പോൾ പ്രകാശമൊക്കെ നല്ല രീതിയിൽ ലഭിക്കും, വൈകുന്നേരം ആകുമ്പോൾ സൂര്യപ്രകാശം മങ്ങി വരും. അതിൽ രാവിലെ എടുക്കുന്ന ഫോട്ടോയെ നമ്മൾ HD ആയി കണക്കാക്കുക, വൈകിട്ട് എടുത്ത നമ്മളെ ഫോട്ടോ അതിന് SD ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. നമ്മൾ കമ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ നമ്മൾ നിർമ്മിക്കുമ്പോൾ കഴിയുന്നതും പ്രകാശം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മഴക്കാലങ്ങളിൽ ഇത് നടക്കണമെന്നില്ല. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില ഇൻസിഡൻറ്റും മറ്റും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ചില സമയം നമുക്ക് നോക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന വീഡിയോകൾക്കും മറ്റും നമ്മൾ ഇപ്രകാരം പ്രകാശത്തിൻ്റെ ഒക്കെ ഒരു അനുപാതം നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പരമാവധി ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരും. യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ SD മാത്രമല്ല HD-യും അതോടുകൂടി വരും. നമ്മളത് ക്യാമറയൊക്കെ ആകുമ്പോൾ അത് 4K പോകാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾക്ക് നമ്മൾ പ്രയത്നിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ മതിയായ പ്രകാശം ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു LED ലൈറ്റിന് പകരം ഒരു ഹോൾഡർ കൂടി ഉണ്ടെങ്കിൽ അതിലൊരു LED ബൾബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രകാശം ആ റൂമിൽ ലഭിക്കുന്നതാണ്. ഇത് വീഡിയോവിൻ്റെ ക്വാളിറ്റിയെ, അതായത് മിഴിവാർന്നൊരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നാം അതിനുവേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തിയാൽ നമ്മുടെ വീഡിയോയ്ക്ക് അത് പ്രയോജനം ചെയ്യും. നമ്മുടെ തന്നെ ഒരു വീഡിയോ, 2 വീഡിയോ ഉണ്ട്. ഒന്ന് നെൽവയൽ, ഒരു വയലിൽ വെച്ച് എടുത്ത ഷോട്ട്സും മറ്റൊന്ന് ജാക്ക് ഫ്രൂട്ട്, പ്ലാവ്. ആ 2 ഷോട്ടും നമ്മൾ എടുത്തിരുന്നു. നമ്മൾ വയലോരത്തിന് സമീപത്തുള്ള ഒരു തെങ്ങിൻ തോട്ടത്തിൽ വെച്ചാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിഴലുണ്ടായിരുന്നു, പക്ഷേ വയലിൽ നല്ല സൂര്യപ്രകാശം ലഭ്യമായിരുന്നു. ഞങ്ങളത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് SD/HD ആയി. അതേപോലെ ഇതൊരു ഉച്ച സമയത്തായിരുന്നു. അടുത്ത വീഡിയോയും ഇതേപോലെ ഏകദേശം ഉച്ച സമയം ഒരു 12 മണി. വയലോരം 2 മണി, ഇതൊരു 12 മണിയാണ് ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ എടുത്തത്. വെയിലുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിഴലുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു. പക്ഷേ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ അത് കാണിച്ചത് SD ആണ്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി അത് ബാധിക്കാം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രകാശത്തിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എഡിറ്റിംഗ് ആപ്പുണ്ട്. അത് പല കമ്പനീസിൻ്റെയും ആപ്പുണ്ട്.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമുക്കത് നമ്മുടെ വീഡിയോ നമ്മളതിൽ ആവശ്യമായ എഫക്ട്സ് ബ്രൈറ്റ്നസ്സൊക്കെ നമ്മൾ ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. കാരണം സാങ്കേതികമായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ സൂക്ഷിച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇത് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമ്മുടെ വീഡിയോയെ ഒരു ക്വാളിറ്റിയിൽ എത്തിക്കുവാൻ നമുക്കും കടമയുണ്ട്. നമ്മുടെ ചാനൽ കൂടി യൂട്യൂബ് ടിപ്സ് നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് നമ്മൾ യൂട്യൂബ് സംബന്ധമായ വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.